പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക്, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷവും ഞാൻ കർത്താവിന് നന്ദി അറിയിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുകയും ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ദൈവത്തിൻ്റെ കരുണയാണ് സത്യത്തിൽ വചനം പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലൂടെ വലിയ ആഴമായ ദൈവിക ഇടപെടലുകൾ അനുഭവിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വചനത്തെ നമ്മൾ സമീപിക്കുകയും ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. നമുക്ക് ഒരു വലിയ സമർപ്പണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പഠിക്കുന്ന ഒന്നായി മാറരുത് ദൈവവചനം. നമ്മൾ വചനം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബൈബിൾ സ്റ്റഡി നടത്തുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി ഈ 20 മിനിറ്റ് സമയം അല്ലെങ്കിൽ 25 മിനിറ്റ് സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് ബൈബിളും നോട്ട്ബുക്കും പേനയുമായി ഇരുന്ന് വചനം പഠിച്ചാൽ, അങ്ങനെ വചനം പഠിക്കുന്നവരോട് കർത്താവിൻ്റെ വലിയ കരുണ അവരിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് വലിയ അനുഭവം. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് കടക്കുമ്പോൾ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. മാതാവേ, അമ്മ വചനത്തിൻ്റെ അമ്മയാണ്. മാതാവേ, അമ്മ വചനത്തെ മാംസമാക്കി ഞങ്ങൾക്ക് തന്ന അമ്മയാണ്. ഈ നിമിഷങ്ങളിൽ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ഞങ്ങൾ ഈ വചന പഠനത്തിനായിട്ട് യാചിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ഇന്ന് ധ്യാനിക്കാനായിട്ടുള്ളത്. യോഹന്നാൻ 9:18 മുതൽ. നമ്മൾ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗത്ത് കണ്ടുകൊണ്ടിരുന്നത് ഓരോ തരം ആളുകൾ എപ്രകാരമാണ് യേശു എന്ന ദൈവപുത്രൻ ആയ യേശുവിനോട്, യേശു എന്ന യാഥാർത്ഥ്യത്തോട്, യേശുവിലെ ദൈവപുത്രനോട് എങ്ങനെയാണ് ഓരോ കൂട്ടം മനുഷ്യർ പ്രതികരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളെ കാണാനിടയായി. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മെമ്മറി ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കണ്ട വ്യത്യസ്തങ്ങളായ ചില പ്രതികരണങ്ങൾ. ഒന്ന് അപ്പസ്തോലന്മാരുടെ പ്രതികരണമായിരുന്നു. ഇവൻ അന്ധനായിട്ട് ജനിച്ചത് ആരുടെ പാപനിമിത്തം എന്ന ചോദ്യം. രണ്ടാമത്തേത് ഈ അന്ധൻ്റെ തന്നെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. യേശു അവൻ്റെ കണ്ണുകളിൽ തുപ്പി ശീലോഹ കുളത്തിൽ പോയി കഴുകുക എന്ന് ആവശ്യപ്പെടുമ്പോൾ അവൻ പോയി കഴുകി സുഖപ്പെടുന്നത് നമ്മൾ വായിച്ചു, അവൻ്റെ പ്രതികരണം. മൂന്നാമത് അയൽക്കാരും മുമ്പ് അവനെ അന്ധനായി കണ്ടിട്ടുള്ളവരും എപ്രകാരമാണ് അവൻ്റെ ഈ ഒരു ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതത്തോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഇനി നാലാമത് നമ്മൾ കണ്ടത് ഫരിസേയരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ്. ഇങ്ങനെ 4 കൂട്ടം മനുഷ്യരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് നമ്മൾ മറ്റൊരു കൂട്ടം ആളുകളെ പരിചയപ്പെടുകയാണ്. അത് ഈ അന്ധൻ്റെ മാതാപിതാക്കന്മാരാണ്. ആ മാതാപിതാക്കന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്ന 5-ാമത്തെ കൂട്ടം മനുഷ്യർ, 5-ാമത്തെ തരം പ്രതികരണം. അപ്പോൾ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി വായിക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ അന്ധനെ വിളിച്ചു വരുത്തി ഇപ്പോൾ അവനെ വിചാരണ ചെയ്ത് അവനോട് ചോദിക്കുകയാണ്, നീ നിന്നെ സുഖപ്പെടുത്തിയ ആളെക്കുറിച്ച് എന്ത് പറയുന്നു? അവൻ്റെ മറുപടി, അവനൊരു പ്രവാചകനാണ്, അവനൊരു ദൈവമനുഷ്യനാണ് എന്നാണ്. ഇത് യഹൂദരെ, ഫരിസേയരെ വളരെയധികം ചൊടിപ്പിക്കുകയും വളരെയധികം പ്രകോപിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവർക്ക് ഇനി ഇവൻ്റെ ഈ ജീവിതത്തിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് ഒരു എഴുതിത്തള്ളൽ നടത്തേണ്ടതിന് കൂടുതൽ ആളുകളെ വിചാരണ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അവർ അന്ധൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു വരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അന്ധൻ്റെ മാതാപിതാക്കന്മാരെ അവർ വിളിച്ചു വരുത്തുന്നു. 18-ാമത്തെ വാക്യം, അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ, അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും.
അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദന്മാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ 23 വരെയുള്ള വാക്യങ്ങൾ, 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുന്നത്. എന്തായിരുന്നു അവൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രതികരണം? നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ആമുഖമായി മനസ്സിലാക്കാനുള്ളത് മാതാപിതാക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഒന്ന്, യേശുവിനാൽ രൂപാന്തരം വരുത്തപ്പെട്ട ഒരാളുടെ മാതാപിതാക്കന്മാരായിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. യേശുവിനാൽ രൂപാന്തരപ്പെടുത്തപ്പെട്ട ഒരാളുടെ മാതാപിതാക്കന്മാരായിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ടു ബി ദ പേരൻസ് and the dear ones of a person who has been transformed by the power of Jesus Christ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പസ്തോലന്മാരുടെ കുടുംബങ്ങളെക്കുറിച്ച്. വിശുദ്ധ യോഹന്നാൻ ഒഴികെ അപ്പസ്തോലന്മാരെല്ലാവരും തന്നെ കുടുംബസ്ഥരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായും ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസും ഒക്കെ അപ്പസ്തോലന്മാരെല്ലാം, വിശുദ്ധ പൗലോസും വിശുദ്ധ യോഹന്നാനും ഒഴികെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പസ്തോലന്മാരെല്ലാവരും കുടുംബജീവിതം നയിച്ചിരുന്ന ആളുകളായിരുന്നു ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. എന്നാൽ ഈ അപ്പസ്തോലന്മാർ യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം, യേശുവിനാൽ രൂപാന്തരപ്പെടുത്തപ്പെട്ടതിന്, ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഏറ്റെടുത്ത ഒരു ത്യാഗം, അവരുടെ കുടുംബാംഗങ്ങൾ ഏറ്റെടുത്ത അവർ കൊടുത്ത ഒരു വില ബൈബിളിൻ്റെ താളുകളിലെങ്ങും എഴുതി ചേർത്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും ബൈബിളിൽ അത് എഴുതപ്പെടാത്തത്? വിശുദ്ധ പത്രോസിന് ഭാര്യയുണ്ടായിരുന്നതുകൊണ്ടാണ് അമ്മായിമ്മയുണ്ട് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അപ്പോൾ ഈ അമ്മായിമ്മ രോഗിയായി കിടക്കുമ്പോഴാണ്, അസുഖം ബാധിച്ച് കിടക്കുമ്പോഴാണ് യേശു ചെന്ന് അവളെ സുഖപ്പെടുത്തുന്നത്. കുടുംബം ഉണ്ടായിരുന്നു, ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നിരിക്കണം. എന്നേക്കുമായി യേശുവിൻ്റെ പിന്നാലെ അവർ യാത്ര തിരിക്കുമ്പോൾ സത്യത്തിൽ അവർ കുടുംബങ്ങളെ ഉപേക്ഷിക്കുകയല്ല, അവർ കുടുംബങ്ങളെ പരിത്യജിക്കുകയല്ല, അവർ കുടുംബങ്ങളെ കൈവിട്ട് കളയുകയല്ല ചെയ്തത്. കുടുംബങ്ങൾ അവരെ ഒരു ബലിയായി കൊടുക്കുകയാണ് ചെയ്തത്. പത്രോസ് തൻ്റെ കുടുംബം ഉപേക്ഷിക്കുകയല്ല, പത്രോസിൻ്റെ ഭാര്യയും മക്കളും പത്രോസിനെ ഒരു ബലിയായി യേശുവിന് സമർപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് അതർവൈസ്. നമ്മൾ വിചാരിക്കും പത്രോസ് അങ്ങനെ പെരുമാറി, തോമാസ് ലീഹ അങ്ങനെ പെരുമാറി, അവരവരുടെ കുടുംബത്തെ ഗൗരവമായി എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, പത്രോസിൻ്റെ ഭാര്യ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെപ്പോഴും വീട്ടിലേക്ക് വരണമെന്നില്ല, നിങ്ങൾ ഇവിടുത്തെ കാര്യത്തെ ഓർത്ത് ആകുലപ്പെടണ്ട, മക്കളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ അതെല്ലാം നന്നായിട്ട് നോക്കിക്കൊള്ളാം, നിങ്ങൾ പോയി സുവിശേഷ വേല ചെയ്യുക. തോമാസ് ലീഹ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക്, ഇനി അങ്ങേ അറ്റത്തേക്ക്, ഏറ്റവും റിമോട്ടായ ഒരു രാജ്യത്തേക്കോ, ഇനി ഭാരതത്തിൻ്റെ ഏതെങ്കിലും വളരെ റിമോട്ടായ ഒരു ഗ്രാമത്തിലേക്കോ ഒക്കെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ എനിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു കാര്യം അറിയാം. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരമാവധി 1 മാസം കഴിയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരും. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് കപ്പൽ കയറുമ്പോൾ തോമാസ് ലീഹയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കുമെല്ലാം ഒരു കാര്യം അറിയാമായിരുന്നു, അദ്ദേഹം ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല. തോമാസ് ലീഹായ്ക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വേദപുസ്തകത്തിൽ ഇത് എഴുതപ്പെട്ടിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇത് എഴുതാത്തത്? ഇത് എഴുതാത്തതിൻ്റെ കാരണം എന്തെന്നറിയാം? ഇത് എഴുതപ്പെടാത്ത ബൈബിളിൻ്റെ ഭാഗമാവാൻ, എഴുതപ്പെടാത്ത തിരുവെഴുത്തുകളുടെ ഭാഗമാവാൻ എന്തുകൊണ്ടായിരിക്കും കർത്താവ് അനുവദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇത് കൂടുതൽ വില കൊടുത്തവരുടെ ചരിത്രമാണ്. ഈ കൂടുതൽ വില കൊടുത്തവരുടെ ചരിത്രം വെളിപ്പെടാതിരിക്കുമ്പോൾ, അതിനൊരു രഹസ്യാത്മകം ഉണ്ടായിരിക്കുമ്പോൾ, അതിൻ്റെ പുണ്യവും അതിൻ്റെ ലാവണ്യവും അതിൻ്റെ വേർച്ച്യവും വളരെ കൂടുതലാണ്. ആരും അറിയാതിരിക്കുമ്പോൾ, ഒരു ഭാര്യ സഹിച്ച വേദനകൾ, ഒരു മകൻ, ഒരു മകൾ തൻ്റെ അപ്പനെ, തൻ്റെ കുടുംബനാഥനെ ദൈവവേലയ്ക്കായി പറഞ്ഞയക്കേണ്ടി വരുമ്പോൾ ഒരു മകൻ ഏറ്റെടുത്ത കുടുംബഭാരം, ഇതൊക്കെ എഴുതപ്പെട്ടിരുന്നെങ്കിൽ ബൈബിൾ വെക്കാൻ ഭൂമി തികയുമായിരുന്നില്ല. എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെയും ചോരയുടെയും വേദനയുടെയും നിലവിളിയുടെയും എഴുതപ്പെടാത്ത ചരിത്രങ്ങൾ ബൈബിളിൻ്റെ പിന്നാമ്പുറങ്ങളിൽ
ഈ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എഴുതപ്പെടാതെ കിടപ്പുണ്ട്. ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ധ്യാന വിചാരങ്ങളിലൂടെ നാം വായിച്ചെടുക്കേണ്ട ബൈബിളാണവയെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, ഇവരെല്ലാവരും സത്യത്തിൽ കുടുംബത്തെ ഉപേക്ഷിക്കുക എന്നതിനപ്പുറത്ത് ഇവരെല്ലാവരും കുടുംബത്തെ സമർപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങൾ, അവരുടെ കുടുംബത്തെ, അവരുടെ പ്രിയപ്പെട്ടവരെ കർത്താവിനായിട്ട് ഡൊണേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ മാതാപിതാക്കന്മാർ, ഈ അന്ധനായി ജനിച്ചവൻ്റെ അല്ലെങ്കിൽ സുഖപ്പെട്ട അന്ധൻ്റെ മാതാപിതാക്കന്മാരായിരിക്കുക ഈസ് വെരി ഡേഞ്ചറസ്. കർത്താവിനാൽ സ്പർശിക്കപ്പെട്ട ഒരാളുടെ പ്രിയപ്പെട്ടവളായിരിക്കുക എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന, വലിയ വില കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ഈ കാലഘട്ടത്തിൽ കാണുന്ന മറ്റൊരു പ്രവണത എന്തെന്ന് വെച്ചാൽ, ഈ മക്കൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, മക്കളുടെ ജീവിതത്തിൽ മാറ്റം വന്ന് കഴിയുമ്പോൾ മാതാപിതാക്കന്മാർ വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവരായി മാറുന്ന ഒരു അപകടകരമായ പ്രവണത ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴിയെ നടന്ന മക്കൾ, മാതാപിതാക്കന്മാർ ഒരുപാട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ മക്കൾ മാനസാന്തരപ്പെടണമേ എന്ന് ഒരുപാട് തവണ അവർ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. ഒടുവിൽ നിർണായകമായൊരു സമയത്ത്, അല്ലെ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞ കാലസമ്പൂർണത വന്നപ്പോൾ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ, കൃപാവരത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അവരെ സ്പർശിച്ചു. അവർ യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു, അവർ യേശുവിനാൽ സ്പർശിക്കപ്പെട്ടു. അങ്ങനെ അവർ കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറി. ഈ കർത്താവിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്പർശിക്കപ്പെട്ടാൽ നിങ്ങൾ ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക് പോകും. ഇത് റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഒരു സ്പ്രിങ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള കൈ എടുക്കുമ്പോൾ അത് പൊങ്ങുന്നു. ഒരു പന്ത് താഴേക്ക് ഊക്കോടെ അടിച്ചിട്ട് അത് തിരിച്ച് കുതിച്ചുയരുന്നത് പോലെയാണ് ഒരാൾ യേശുവിനാൽ സ്പർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അയാൾ പോകാവുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകും. യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ തനിക്ക് പോകാവുന്നതിൻ്റെ ഏറ്റവും അതിർത്തിയിലേക്ക് പോകും, യേശുവിനോടുള്ള സമർപ്പണത്തിലും സ്നേഹത്തിലും. ഇതൊരിക്കലും ലൗകികമായി ചിന്തിക്കുന്ന നമ്മുടെ പല മാതാപിതാക്കന്മാർക്കും ദഹിക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമർപ്പണത്തെ അവർ പുച്ഛിക്കുകയും കളിയാക്കുകയും ഇനി അതിനെക്കുറിച്ച് പരാതി പറയുകയും ഒക്കെ ചെയ്യുന്ന വളരെ വേദനാജനകമായൊരു പ്രവണത ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അതായത് കുട്ടികൾ യൂത്ത് റിട്രീറ്റിന് വരുന്നു, അവർ കർത്താവിനാൽ സ്പർശിക്കപ്പെടുന്നു, അവരെന്ത് ചെയ്യുന്നു, വൈദികരാവാൻ തീരുമാനമെടുക്കുന്നു. ഇത്രയും നാൾ ഈ കുട്ടിയുടെ ഈ ചെറുപ്പക്കാരൻ്റെ മാനസാന്തരത്തിന് വേണ്ടി തോരാത്ത കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്ന അമ്മ പെട്ടെന്ന് എതിർപക്ഷത്തേക്ക് മാറുകയാണ്. മാനസാന്തരപ്പെടുക, യേശുവിനാൽ സ്പർശിക്കപ്പെടുക എന്നാൽ നമ്മൾ ഈ ലോക മനുഷ്യർ മനസ്സിലാക്കുന്നത് കുറേ കൂടി കാശുണ്ടാക്കാൻ, കുറച്ച് ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുറേ കൂടി കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിനാൽ സ്പർശിക്കപ്പെട്ടവരുടെ മാതാപിതാക്കന്മാരായിരിക്കുക, ജീവിത പങ്കാളിയായിരിക്കുക, മക്കളായിരിക്കുക, സഹോദരങ്ങളായിരിക്കുക, പ്രിയപ്പെട്ടവരായിരിക്കുക വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്, കർത്താവ് തൊട്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. എനിക്ക് ഉൽപ്പത്തി പുസ്തകം ഞാൻ പഠിപ്പിച്ച് വന്നപ്പോൾ സാറായുടെ മരണം എത്തുമ്പോഴേക്കും ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, അബ്രഹാമിനുണ്ടായതിലും ഏറെ വിഷമം സാറായുടെ മരണത്തെക്കുറിച്ച് ഈ ഉൽപ്പത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്കുണ്ടായി എന്ന് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും എനിക്ക് വല്ലാത്തൊരു വേദന വരാൻ തുടങ്ങി. സാറായുടെ മരണത്തെക്കുറിച്ചുള്ള ആ ഭാഗം പഠിപ്പിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ എനിക്ക് വലിയൊരു വേദന അനുഭവിക്കാൻ തുടങ്ങി ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം എന്നാണ് ഈ ആദിമകാലത്തെ നമ്മൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിനെ അടയാളപ്പെടുത്തി പറയുന്നത്. പക്ഷേ ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് മാതാക്കളുടെ ചരിത്രം കൂടെയാണ്. അബ്രഹാമിൻ്റെ പിന്നാലെ നിഴൽ പോലെ നടന്നൊരു സാറായുടെ, അതുപോലെ തന്നെ യാക്കോബിൻ്റെ പിന്നാലെ നടന്ന റാഹേലിൻ്റെ, ഇസഹാക്കിൻ്റെ പിന്നാലെ നടന്ന റെബേക്കായുടെ, ജോസഫിൻ്റെ ഭാര്യയുടെ, മോശയുടെ ഭാര്യയുടെ, ഇങ്ങനെയൊക്കെ, അതായത് ഈ ഭാര്യമാരുടെ എഴുതപ്പെടാത്തൊരു ചരിത്രമുണ്ട് ബൈബിളിൽ. നിങ്ങളൊന്നാലോചിച്ച് നോക്ക്, 40 വർഷം മരുഭൂമിയിലൂടെ ജനത്തെ നയിക്കാൻ ദൈവത്തിന് സ്വയം സമർപ്പിച്ച മോശയ്ക്ക് ഒരു ഭാര്യയുണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാറായുടെ ജീവിതം ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ
ഈ പ്രവാചകൻ്റെ ഭാര്യയാവുക വളരെ ദുഷ്കരമാണ് എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പ്രവാചകൻ്റെ ഭാര്യയാവുക വളരെ ക്ലേശകരമാണ്. കാരണം എന്തുമാത്രം, അതായത് ഇന്ന് അങ്ങോട്ട് പോകുന്നു, പിറ്റേ ദിവസം ഇങ്ങോട്ട് പോകുന്നു, അടുത്ത ദിവസം അങ്ങോട്ട് പോകുന്നു, അടുത്ത ദിവസം പോയ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. കൂടും കിടക്കയില്ലാതെ ജീവിക്കുന്ന, അലഞ്ഞു കിടക്കുന്ന, വാടകക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു വല്ലാത്തൊരു ജീവിതം. അത് അരക്ഷിതാവസ്ഥകളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും സ്വപ്നങ്ങൾ നെയ്യാൻ സാധ്യതകളില്ലാത്ത ഒരു ജീവിതത്തിൻ്റെയും ജീവചരിത്രമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരാകാൻ വളരെ പ്രയാസമാണ്. കർത്താവിനാൽ സ്പർശിക്കപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത് വളരെ ക്ലേശകരമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അന്ധൻ്റെ മാതാപിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നു, അവൻ പ്രായപൂർത്തിയായല്ലോ, അവനോട് ചോദിച്ചു കൊള്ളുക, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്താണ് കാര്യം? അവരുടെ കൺസേൺ സേഫ്റ്റി കൺസേണാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധറേഷനാണ് അവരെ വേട്ടയാടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ ആരെങ്കിലും, യേശുവിനെ ആരെങ്കിലും മെശിഹായാണെന്ന് ഏറ്റുപറഞ്ഞാൽ അങ്ങനെ ഏറ്റുപറയുന്നവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദന്മാർ തീരുമാനിച്ചിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടും, സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലപ്പെടും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും, കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വേണ്ടി വരും, ഊരുവിലക്ക് കൽപ്പിക്കപ്പെടും. അപ്പോൾ അതിന് ഇവർക്ക് താല്പര്യമില്ലായിരുന്നു, അതിനെ അവർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ പരസ്യമായിട്ട് ഏറ്റുപറയുന്ന ഒരു സംഗതി അവർ ഒഴിവാക്കാൻ ആഗ്രഹിച്ചു. 3 ചോദ്യങ്ങളാണ് പരിസയർക്ക് അറിയേണ്ടിയിരുന്നത്. 3 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന 3 ചോദ്യം. 1, ഇത് നിങ്ങളുടെ മകനാണോ? 2, ഇവൻ അന്ധനായിട്ടാണോ ജനിച്ചത്? 3, ഇവൻ ഇപ്പോൾ എങ്ങനെയാണ്, അന്ധനായിട്ടാണ് ജനിച്ചതെങ്കിൽ ഇവൻ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മാതാപിതാക്കന്മാർ ബുദ്ധിയുള്ളവരാണ്. അവരാദ്യത്തെ 2 ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്തുള്ളൂ. ഈ പരീക്ഷയ്ക്ക് 3ാമത്തെ ചോദ്യം അവർ വിട്ടുകളഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാൻ ചോദ്യങ്ങൾ പരിസയർക്ക് അറിയേണ്ടിയിരുന്ന 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇത് നിങ്ങളുടെ മകനാണോ? രണ്ടാമത്തേത്, ഇവൻ അന്ധനായിട്ടാണോ ജനിച്ചത്? മൂന്നാമത്തേത്, ഇവൻ എങ്ങനെയാണ് സുഖപ്പെട്ടത്, ഇവൻ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ആദ്യത്തെ 2 ചോദ്യങ്ങളെ അവർ അറ്റൻഡ് ചെയ്തുള്ളൂ ഈ പരീക്ഷയ്ക്ക്. 3ാമത്തെ ചോദ്യം അവർ വിട്ടു. 3ാമത്തെ ചോദ്യം അവർ വിട്ടുകളഞ്ഞതിൻ്റെ കാര്യം, 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇവർ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് ഏറ്റവും സേഫായ 2 ചോദ്യങ്ങളെ അവർ അറ്റൻഡ് ചെയ്തുള്ളൂ. ഇത് നിങ്ങളുടെ മകനാണോ? അവർ പറഞ്ഞു യെസ്. ഇവൻ അന്ധനായിട്ടാണോ ജനിച്ചത്? അവർ പറഞ്ഞു യെസ്. ഇവൻ എങ്ങനെയാണ് സുഖപ്പെട്ടത്? അവർ പറഞ്ഞു ഞാൻ അറിഞ്ഞുകൂടാ. അവന് പ്രായമുണ്ടല്ലോ, അവനോട് പോയി ചോദിച്ചു കൊള്ളുക. ഒരു തരത്തിൽ ഇവർ തങ്ങളുടെ മകനെ തള്ളിപ്പറയുകയായിരുന്നു. ഇവർ തങ്ങളുടെ മകനെ റെനൗൺസ് ചെയ്യുകയായിരുന്നു. കാരണം അവർക്ക് യേശുവാണ് ഇവനെ സുഖപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന പീഡാനുഭവങ്ങളെ ഏറ്റെടുക്കാൻ ഭയമായിരുന്നു. അപ്പോൾ എന്താണ് അവരെ നയിച്ച വികാരം? ഭയം. അപ്പോൾ അതുകൊണ്ട് ഈ 5ാമത്തെ കൂട്ടർ, ഈ അന്ധൻ്റെ മാതാപിതാക്കന്മാർ, യേശുവിനെ ഏറ്റുപറയാൻ ഭയമുള്ളവരുടെ, യേശുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നഷ്ടങ്ങളെ, ആ നഷ്ടബോധങ്ങളെ ഭയപ്പെടുന്നവരുടെ പ്രതിനിധികളാണ് ഈ മാതാപിതാക്കന്മാർ. ഫിയർ വാസ് ദെയർ ഗ്രേവ് ഇഷ്യൂ ഇൻ കൺഫസിങ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇനി എന്താണ് അതിനുള്ള പരിഹാരം? ഈ മാതാപിതാക്കന്മാരുടെ ഭയത്തിന് എന്താണൊരു പരിഹാരം? ആ പരിഹാരം ബൈബിൾ പറയുന്നു. ആ പരിഹാരമാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ ഏറ്റുപറയേണ്ടി വരുന്നതിൻ്റെ ഡാമേജുകൾ, ഏറ്റുപറയുമ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഡാമേജുകളെ ഭയപ്പെടാതിരിക്കാനുള്ള ആത്മധൈര്യത്തിൻ്റെ ആത്മാവ്. ആത്മധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ്. ആത്മധൈര്യം, കറേജ് പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്. അതുപോലെ തന്നെ റോമാലേഖനത്തിൻ്റെ 8ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല. അതുപോലെ തന്നെ തിമോത്തിയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നാം സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല.
ഭീരുത്വത്തിൻ്റെ ആത്മാവിന്, ആത്മധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. ഈ മാതാപിതാക്കന്മാർ പരിശുദ്ധാത്മ നിറവില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ യേശുവിനെ ഏറ്റുപറയുന്നത് ഭയപ്പെട്ടിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അപ്പോസ്തലപ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്തിനുള്ള ശക്തിയാണെന്നറിയാമോ? ഈ ഭാരോദ്വഹനത്തിനുള്ള, വെയ്റ്റ് ലിഫ്റ്റിങ്ങിനുള്ള ശക്തിയല്ല, 5 പേരുടെ ജോലി ചെയ്യാനുള്ള ശക്തിയല്ല, 5 പേരുടെ ഭക്ഷണം കഴിക്കാനുള്ള ശക്തിയല്ല. മറിച്ച് ഈ ശക്തി എന്തിനെന്നറിയാം? യേശുവിനെ ഏറ്റുപറയാനുള്ള ശക്തി. നിങ്ങൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എൻ്റെ സാക്ഷികളായിരിക്കുകയും ചെയ്യും. സാക്ഷ്യപ്പെടുത്താൻ ശക്തി തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ മാതാപിതാക്കന്മാർക്ക് ഇല്ലാത്തത് ഈ വചനം പഠിക്കുന്ന നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവെ, ഏത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും, ഏത് അപകടകരമായ സാഹചര്യത്തിലൂടെ പോകേണ്ടി വന്നാലും, പരിശുദ്ധാത്മാവെ, യേശുവിനെ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കും. ഈ 9-ാം അധ്യായത്തിലുടനീളം ഈ കൂട്ടം ആളുകളെല്ലാം തന്നെ യേശുവിനെ തള്ളി പറയുമ്പോൾ ഈ അന്ധൻ മാത്രമാണ് യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്, യേശുവിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത്. അവനൊന്നും അറിഞ്ഞൂടാ യേശുവിനെക്കുറിച്ച്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, അവൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടുമ്പോൾ യേശുവിന് ഒരു നിശ്ചയമുണ്ടായിരുന്നു. ശീലോഹ കുളത്തിൽ പോയി കഴുകുക എന്ന് പറയുമ്പോൾ യേശുവിന് ഒരു നിശ്ചയമുണ്ടായിരുന്നു. ഇവൻ കണ്ണ് തുറക്കുമ്പോൾ ആദ്യമായി കാണേണ്ടത് യേശുവിനെ ആകരുത്, യേശുവിനെ അല്ല കാണേണ്ടത്. കാരണം യേശുവിനെ കണ്ടാൽ അവൻ ചെന്ന് യേശുവിനെക്കുറിച്ച് എല്ലായിടത്തും പറഞ്ഞാൽ ഇത് വളരെ അപകടകരമായൊരു സിറ്റുവേഷനിലാണ് യേശു നിൽക്കുന്നത്. ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ കല്ലെറിയപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൻ്റെ മരണസമയം അടുത്തല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ശീലോഹ കുളത്തിലേക്ക് പറഞ്ഞയച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവന് യേശുവിനെ ഏറ്റുപറയേണ്ടി വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഈ അന്ധൻ ഒന്നും അറിഞ്ഞുകൂടാ യേശുവിനെക്കുറിച്ച്. പക്ഷേ എത്ര സ്വാതന്ത്ര്യത്തോടെയാണ്, അവന് ദൈവമനുഷ്യനാണ്, പ്രവാചകനാണ്, നിങ്ങൾ അവനെ വിശ്വസിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് വളരെ ധൈര്യത്തോടുകൂടി ഈ അന്ധൻ അവൻ യേശുവിനെ ഏറ്റുപറയുന്നതായും നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ എപ്പിസോഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുന്നത് കർത്താവിനെ ഏറ്റുപറയാനുള്ള ധൈര്യമാണ്, കർത്താവിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ബലമാണ്. ഈശോ നിങ്ങളെ വളരെ ആഴത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ധൈര്യം തരട്ടെ, നിങ്ങളെ സുഖപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ, സമാധാനം തരട്ടെ. കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കാനുള്ള ഒരു ധൈര്യം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഷില്ലോങ്ങിലാണ്. ഷില്ലോങ്ങിൽ അച്ഛന്മാരുടെ ധ്യാനം നടക്കുകയാണ്. നിങ്ങൾ ഈ വചനം എപ്പോഴാണ് കേൾക്കുന്നതെങ്കിലും, നിങ്ങളിത് കേൾക്കുമ്പോഴേക്കും ഷില്ലോങ്ങിലെ ധ്യാനം അവസാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളെപ്പോൾ കേട്ടാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഷില്ലോങ്ങിലെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷില്ലോങ്ങിലെ വൈദികരുടെയും സന്യസ്തരുടെയും ധ്യാനത്തിൻ്റെ നടുവിലാണ് ഞാൻ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഷില്ലോങ്ങിലെ മിഷണറിമാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബൈബിൾ പ്രോജക്റ്റിനെ പ്രത്യേകം സമർപ്പിക്കണം. നമ്മുടെ 2025 ആരംഭിക്കാൻ പോകുന്ന ബൈബിൾ വായനാ പദ്ധതിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.